ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവ പായസമാണ്. അത് പെട്ടെന്ന് എല്ലാവർക്കും ഒരു പായസം കുടിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് പായസം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ എളുപ്പത്തിലുള്ള ഒരു പായസമാണ്. അടിപൊളി പായസം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? നമുക്കുണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് റവ ഒരു 1/4 കപ്പ്, പഞ്ചസാര ഒരു 1/4 കപ്പ് വേണം. മധുരം വേണ്ടുന്നവരാണെങ്കിൽ അര വേണമെങ്കിലും ചേർക്കാം. പിന്നെ ആവശ്യത്തിന്, പിന്നെ 2 ഏലക്ക, മുന്തിരിങ്ങ ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, നെയ്യ് 1 ടേബിൾ സ്പൂൺ, പാൽപ്പൊടി 4 സ്പൂൺ, പിന്നെ ഫുഡ് കളർ 1 നുള്ള്, പിന്നെ പാല്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പാല് 1/2 ലിറ്റർ പാല്. അപ്പം നമുക്ക് സ്റ്റവ് കത്തിക്കാം. അതിനായി നമുക്ക് ഉരുളി അടുപ്പിലേക്ക് വെക്കാം. ഓക്കെ, അപ്പം നീ തീ കത്തിക്കാം അല്ലേ? ഇനി നമുക്ക് ഫ്ലെയിം കത്തിക്കാം. നമ്മൾ കത്തിച്ച് ഇനി പാത്രം ഒന്ന് ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്ക് നെയ്യ് ഒഴിക്കാം. അപ്പം പാത്രം ചൂടായി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി അതിലേക്ക് ഇപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. നെയ്യ് കുറച്ച് മതിയല്ലോ ഇതിനല്ലേ? നെയ്യ് കുറച്ച് മതി. 1 സ്പൂൺ 1.5 സ്പൂണൊക്കെ ആവാം. അതെ, നെയ്യ് ഒരുപാട് വേണ്ട. അണ്ടിപ്പരിപ്പ് പിന്നെ മുന്തിരി ഇടണം അല്ലയോ? ഇത് വാർത്തതിന് ശരിയോ? ഗോൾഡൻ കളറാവും. ഇനി അതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ കൂടി ഇടാം. മുന്തിരിങ്ങ ഒന്ന് പൊന്തി വരണം. കുറച്ചല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. മൂത്ത് വരുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പായസം ഇല്ലേ ഇത്? ആർക്കും ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ മുന്തിരിങ്ങ പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കോരിയെടുക്കാം. പിന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ റവ, 4 ടേബിൾ സ്പൂൺ, 1/4 കപ്പിൽ കൂടുതലുണ്ട്. ഇത് ലോ ഫ്ലെയിമിലല്ലേ ചെയ്യുന്നത്? ലോ ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തീ കൂടുതലായിട്ടിട്ടാൽ റവ ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത ആ നെയ്യിൽ തന്നെ നമുക്ക് റവയും മൂപ്പിക്കാം. ആ ഒരു നെയ്യുടെ ആവശ്യമേ ഉള്ളൂ, കൂടുതലായിട്ട് വേണ്ടല്ലോ. റോസ് നിറം അതല്ല, റോസ് നിറം ഒരു ബ്രൗൺ നിറം ആവണം. ചെറിയൊരു ബ്രൗൺ നിറം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ആവശ്യം നമുക്ക് പിന്നെ മറ്റേ പായസം പോലെ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുപാട് ചേർക്കാം. നമ്മുടെ ആവശ്യത്തിന് വേണേൽ ചേർക്കാം. വേറെ ബദാമും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർക്കാം. ബദാം ഇപ്പം നമ്മൾ ഫുഡ് കളർ എടുത്തതിന് പകരം നമുക്ക് സാഫ്രോൺ, മറ്റേ കുങ്കുമപ്പൂ ചേർക്കാം. പാലിനകത്ത് ചാലിച്ച് ചേർക്കാം. നമ്മളിപ്പോൾ അതിന് പകരം ഫുഡ് കളറാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ റവ മൂത്തിട്ടുണ്ട്. അതിലേക്ക് പാലൊഴിക്കാം. 1 ലിറ്റർ പാല്. അപ്പം അത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെന്ത് വരണം. ടോട്ടലി ലോ ഫ്ലെയിം ആകല്ല, ഇല്ല, ചെറിയ ഫ്ലെയിമിൽ ഇത് ഇതാക്കി എടുക്കണം. ചെറിയ തീയിൽ കുക്കി എടുക്കണം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. കട്ട പിടിക്കാതെ നമ്മളിങ്ങനെ നല്ല കൈവിടാതെ ഇളക്കി കൊടുക്കണം. അതിന് നമ്മുടെ റവ ശകലം കുറുകിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഒന്ന് ഇതായിട്ട് വരണം. പെട്ടെന്നുള്ള പരിപാടിയാ. വെള്ളം കുറവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പാല് ചേർത്തിട്ട് വെള്ളം കുറവാണെങ്കിൽ പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ചേർക്കാം. ചൂടുവെള്ളം ചേർത്താലും മതി. ഇതിപ്പോൾ നല്ല വെന്ത് കഴിയുമ്പോൾ നമുക്ക് കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചാലിച്ച് ഇത് ചേർക്കാം. നമ്മളിപ്പം പാൽപ്പൊടിയാണ് ചാലിച്ച് ചേർക്കാൻ പോകുന്നത്. ഇച്ചിരി ഒന്ന് വെന്തിട്ട് പാൽപ്പൊടി ചാലിച്ച് ചേർക്കണം. കണ്ടൻസ് മിൽക്ക് ഉള്ളവർക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഒരു 3-4 സ്പൂൺ.
ദീർഘം മധുരം നോക്കി വേണം ചേർക്കാം. മധുരം. കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ മധുരം ഒരുപാട് ചേർക്കേണ്ട ആവശ്യം വരത്തില്ല. ഇപ്പം നമ്മൾ 1/4 കപ്പാണ് ഇട്ടേക്കുന്നത്. കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തന്നെ മതിയാവുമായിരിക്കും. മധുരം കൂടുതൽ വേണ്ടവർക്ക് 1/2 കപ്പ് പഞ്ചസാരയും കണ്ടൻസ് മിൽക്ക് ഒരു 3-4 സ്പൂണും ചേർക്കാം. ആവശ്യത്തിനുള്ളവർക്ക് മധുരം ഇടാം ഇല്ലയോ? ഏകദേശമൊക്കെ ആയി വരുന്നുണ്ടല്ലേ? ഇപ്പോൾ അത് നല്ല കുറുകിയിട്ടുണ്ട്. പാലിന് നല്ല കുറുകി ഒരു 1/4 വേവായിട്ടുണ്ട്. നമുക്ക് ശകലം ചൂടുവെള്ളം കൂടെ ചേർക്കാം. അതൊന്ന് നല്ല കുറുകിയിട്ടുണ്ട്. അതെ, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ചേർക്കേണ്ടി വന്നു. പാലുണ്ടെങ്കിൽ പാല് ചേർക്കാം. പാലുണ്ടെങ്കിൽ പാലും ചേർക്കാം. ഞാനിത് കുറുകി വരുന്നുണ്ടല്ലേ? അത് നല്ലപോലെ കുറുകിയിട്ട് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കണം. റവ പായസം നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലേ? അപ്പം നമുക്ക് അവസാന ഘട്ടത്തിൽ കളർപ്പൊടിയും കൂടി ചേർക്കണം. അതിന് മുമ്പായിട്ട് കണ്ടൻസ് മിൽക്കിന് പകരമായിട്ട് നമുക്ക് പാൽപ്പൊടി കുറുക്കിയത് ശകലം ചേർത്തു കൊടുക്കാം. പാൽപ്പൊടി നമ്മൾ ചേർത്ത് അതിലേക്ക് ശകലം ഫുഡ് കളർ കൂടി ചേർക്കാം. ഒരു നുള്ളു ഫുഡ് കളർ, ഒരു ചെറിയ രീതിയിലല്ലേ? മഞ്ഞ കളറാണ്. ഫുഡ് കളർ ഓപ്ഷനാണ്. നമ്മൾ ഇപ്പം അതൊരു കളറിന് വേണ്ടി ചേർത്താണ്. ഇത് വേണ്ടാന്നുള്ളവർ ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ ചിലര് ഇതില് റോസ് വാട്ടർ ഉണ്ടല്ലോ, അതൊക്കെ ചേർക്കും. ഇപ്പൊ നമ്മൾ ഏലക്ക ഇട്ടുകൊണ്ട് റോസ് വാട്ടർ ചേർത്തില്ല. വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഇത് കുങ്കുമം ഇട്ടാൽ ഒന്നുകൂടെ നല്ലതാ ഇല്ലയോ? നമ്മൾ ശകലമേ ചേർത്തിട്ടുള്ളൂ, കളറിന് വേണ്ടിയിട്ട് ശകലമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇനി അതിനകത്ത് ഒന്നുകൂടെ കുറുകി വരണം അല്ലയോ? കുറുകി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാമല്ലോ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഏലക്ക കൂടി ചേർക്കാം. ഏലക്ക ചതച്ചെടുത്തില്ലേ? ഒന്നും കൂടെ ഒന്ന് കുറുകട്ടെ, നല്ല വെന്ത് കുറുകട്ടെ. ഒന്നും കൂടെ കുറുകി വരുമ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കാം അല്ലേ? കുറുകി വരുന്നുണ്ടല്ലേ? നല്ല കുറുകി വരുന്നുണ്ട്. അപ്പോൾ നല്ല ഗ്ലാസ്സിൽ ഒഴിച്ചാൽ നല്ല കുറുകിയിരിക്കുന്ന പരുവത്തിൽ വേണം നമുക്ക് എടുക്കാൻ. അതെ, കുടിക്കാൻ നല്ല നമ്മുടെ സേമിയ പായസത്തിൻ്റെ ഒക്കെ ഒരു പരുവം. അതെ, ഇരുന്നങ്ങ് കുറുകും കേട്ടോ. സേമിയ പോലെ നമ്മൾ ഇത് ശരിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നങ്ങ് കുറുകും. അതുകൊണ്ട് ഒരു ഇച്ചിരി ലൂസിൽ എടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർക്കാം. കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി ഇവിടെ വയ്ക്കാം. ഓക്കെ, കുറച്ച് മതിയല്ലോ. അപ്പം നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കണം അല്ലയോ? അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള റവ പായസം ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത ഒരു പുതിയ വിഭവമായി വരുന്നത് വരെ വരാം. എല്ലാവർക്കും നമസ്കാരം.